കേനൂസിലേക്ക് സ്വാഗതം. വൈദ്യുതി സബ്സ്റ്റേഷൻ നമുക്ക് നഷ്ടപ്പെടും. സബ്സ്റ്റേഷൻ നിർമ്മിക്കാൻ വിട്ടു നൽകിയ സ്ഥലം ഉചിതമല്ലെന്ന കാരണം കണ്ടെത്തിയാണ് കരുവാരകുണ്ടിലെ പ്രസ്തുത ഭൂമിയിൽ സബ്സ്റ്റേഷൻ നിർമ്മിക്കില്ലെന്ന് ഇലക്ട്രിസിറ്റി വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. വൈദ്യുതി സബ്സ്റ്റേഷന് സ്ഥലം സൗജന്യമായി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശൈലേഷ് പട്ടിക്കാടൻ നൽകിയെന്ന വാർത്ത കേനൂസ് മുമ്പ് വളരെ പ്രാധാന്യം കൊടുത്ത് ചെയ്തിരുന്നത് മാന്യ പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാകുമല്ലോ. 10 കോടി ലാപ്സാകില്ല, സബ്സ്റ്റേഷൻ നിർമ്മാണം ഉടൻ എന്നാണ് ഞങ്ങൾ ആ വാർത്തയ്ക്കന്ന് തലക്കെട്ട് നൽകിയത്. ഇന്നിതാ സബ്സ്റ്റേഷന് നൽകിയ സ്ഥലം ഉചിതമല്ലെന്ന് ബന്ധപ്പെട്ട വിഭാഗം പരിശോധിച്ച് വിധി എഴുതിയതായി അറിയാൻ കഴിഞ്ഞു. ഭൂമി നിരപ്പാക്കാൻ ലാൻഡ്സ്കേപ്പിങ്ങിനും മാത്രം 3/4 കോടിയിലധികം രൂപ ചെലവാകുമെന്നാണ് ASും TSും എസ്റ്റിമേറ്റും പാസ്സായ പ്രവൃത്തി ഒഴിവാക്കാനുള്ള ന്യായീകരണമായി ഇലക്ട്രിസിറ്റി വകുപ്പ് അധികൃതർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കരുവാരകുണ്ടിലെ ജനങ്ങളുടെ സ്വപ്ന പദ്ധതിയായ വൈദ്യുതി സബ്സ്റ്റേഷൻ യാഥാർത്ഥ്യമാവുന്നു എന്നത് ഏവരെയും സന്തോഷിപ്പിക്കുന്നതായിരുന്നു. പിന്നീട് മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ ശൈലേഷ് പട്ടിക്കാടൻ ബന്ധപ്പെട്ട ഭൂമിയുടെ രേഖകൾ മുഖ്യമന്ത്രിക്ക് കൈമാറുന്നതായുള്ള വാർത്തകൾ പത്രങ്ങളിലും ചാനലുകളിലും നാം കണ്ടതുമാണ്. കരുവാരകുണ്ടിൽ സബ്സ്റ്റേഷൻ നിർമ്മിക്കാൻ 3 വർഷം മുന്നേ അനുമതി ലഭിച്ചിരുന്നെങ്കിലും ആവശ്യത്തിന് ഭൂമി കണ്ടെത്താനാകാത്തതിനാൽ ഇതിന്റെ പ്രാരംഭ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നീക്കിവച്ചിരുന്ന 10 കോടി രൂപ ലാപ്സാകുന്ന നിലയിലേക്ക് എത്തിയിരുന്നു. ഒരു നാടൊന്നിച്ച് ചർച്ച ചെയ്യുകയും സബ്സ്റ്റേഷൻ നഷ്ടപ്പെടാതിരിക്കാൻ വൈദ്യുതി വകുപ്പിനോടൊപ്പം ചേർന്ന് നമ്മൾ നിലകൊള്ളുകയും ചെയ്തിരുന്നു. ആദ്യം സബ്സ്റ്റേഷൻ നിർമ്മിക്കാൻ പുറമ്പോക്ക് ഭൂമി കണ്ടെത്തിയെങ്കിലും അനുമതി ലഭിക്കാത്തത് വലിയ വിവാദത്തിനിടയാക്കിയിരുന്നു. എന്നാൽ ഉത്കണ്ഠകൾക്കെല്ലാം വിരാമമിട്ട് കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് തൈസ് ഡിവിഷൻ മെമ്പർ ശൈലേഷ് പട്ടിക്കാടൻ കരുവാരകുണ്ട് അങ്ങാടിയിലുള്ള തന്റെ സ്ഥലത്ത് നിന്ന് 30 സെന്റ് സ്ഥലം സൗജന്യമായി നൽകാൻ തയ്യാറായതോടെയാണ് സബ്സ്റ്റേഷൻ നിർമ്മാണത്തിന് അന്ന് അനുകൂല സാഹചര്യം ഒരുങ്ങിയത്. നിലവിൽ മേലാറ്റൂർ, അലനല്ലൂർ, കാളികാവ് സബ്സ്റ്റേഷനുകളിൽ നിന്നാണ് നമ്മുടെ പ്രദേശത്തേക്ക് വൈദ്യുതി വിതരണം നടക്കുന്നത്. മേലാറ്റൂരിൽ നിന്നുള്ള വിതരണം മുടങ്ങിയാൽ കരുവാരകുണ്ട്, കാളികാവ് മേഖലകൾ ആകെ ഇരുട്ടിലാകുന്ന സ്ഥിതിവിശേഷമാണ് ഇന്നും നിലവിലുള്ളത്. പുതിയ സബ്സ്റ്റേഷൻ വരുന്നതോടുകൂടി ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുമെന്ന് നാം പ്രതീക്ഷിച്ചു. അതെല്ലാം വെള്ളത്തിൽ വരച്ച വരയായി മാറിയിരിക്കുന്നു. ഇനി എന്തു ചെയ്യണം? അന്ന് എല്ലാവിധ പ്രാരംഭ പരിശോധനകളിലും ഉചിതമെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കണ്ടെത്തുകയും കൂടുതലായി ആവശ്യമായ സ്ഥലം കൂടി ശൈലേഷ് വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടും ഇപ്പോൾ എങ്ങനെയാണ് ഉചിതമല്ലെന്ന് കണ്ടെത്തിയിരിക്കുന്നത്? അതിന്റെ പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകളോ ദുരൂഹതകളോ ഉണ്ടോ? അതും കൂടി വെളിച്ചത്ത് കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. വ്യാവസായികമായും വാണിജ്യപരമായും അനുനിമിഷം വികസിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പഞ്ചായത്തിന്റെ ഭാവിയെ കൂടി മുന്നിൽ കണ്ടുകൊണ്ട് ഇത്തരമൊരു കാര്യത്തിന് ഭരണമേറ്റെടുത്ത നാൾ മുതൽ മുൻകൈയെടുത്ത പഞ്ചായത്ത് ഭരണസമിതിയും CPMും മുസ്ലിം ലീഗും കോൺഗ്രസും മറ്റു പാർട്ടികളും നമ്മുടെ നാട്ടിലെ സന്നദ്ധ യുവജന സംഘടനകളും അടിയന്തരമായി കൂടിയിരുന്ന ഈ വിഷയം ഗുരുതര പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഒരിക്കൽ കൂടി നാം ഒന്നിക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് അധികൃതരോട് ഒരു കാര്യം കൂടി ഞങ്ങൾ ഉണർത്തിക്കട്ടെ. ഇത്തരം പൊതുവായ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ മതിയായ സ്ഥലം നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ ഭൂമി യഥേഷ്ടമുള്ളവരുടെ കൈവശത്തിൽ നിന്ന് അത് അക്വയർ ചെയ്ത് പിടിച്ചെടുക്കുന്നതിന് നിലവിലെ നിയമം അനുവദിക്കുന്നുണ്ട്. മറക്കരുത്. ഗ്രാമപഞ്ചായത്ത് ഉടനൊരു സർവകക്ഷി യോഗം വിളിച്ച് വിഷയം ചർച്ച ചെയ്യുമെന്ന് ഞങ്ങൾ കരുതുകയാണ്. എന്തു വന്നാലും സബ്സ്റ്റേഷൻ നമുക്ക് നഷ്ടപ്പെടാൻ ഇടയാകരുത്. മലയോര മേഖലയായ കരുവാരകുണ്ടില് ഇവിടുത്തെ വൈദ്യുതി പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി നമുക്ക് ഏക പ്രതീക്ഷയോടുകൂടി നമുക്ക് 3 വർഷം മുമ്പ് അനുവദിച്ചായിരുന്നു ഇവിടെ ഒരു സബ്സ്റ്റേഷൻ. എന്നാൽ ചില സാങ്കേതിക കാരണങ്ങളാൽ അത് നമുക്ക് നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്കാണ്. നമുക്കറിയാം 10 കോടി രൂപ സർക്കാർ ഇതിലേക്ക് നീക്കിവെക്കുകയും അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് ഈ ഘട്ടത്തിൽ പല ഭൂമികൾ നോക്കിയെങ്കിലും ഇവിടുത്തെ ഒരു ബ്ലോക്ക് മെമ്പർ ഇതിനാവശ്യമായ ഭൂമി സർക്കാരിലേക്ക് എഴുതി കൊടുക്കുകയും അതിൻ്റെ പത്രങ്ങളടക്കം ധാരണാപത്രങ്ങളടക്കം മുഖ്യമന്ത്രിയെ ഏൽപ്പിക്കുകയും ചെയ്ത ഈ സാഹചര്യത്തിലും ഇവിടുത്തെ സാങ്കേതിക വിദഗ്ധർ ഇത് പരിശോധിച്ചപ്പോൾ ഇതിന് അപര്യാപ്തമായ ഭൂമിയാണ് എന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. ഇവിടുത്തെ ജനങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് ഇവിടുത്തെ പഞ്ചായത്ത് അതിന് മുൻകൈ എടുത്തുകൊണ്ട് ഇവിടെ സർവകക്ഷി യോഗം വിളിച്ചു
ഇതിനു വേണ്ട നടപടികളും ഇത് നമുക്ക് നഷ്ടപ്പെടാതിരിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാക്കണമെന്നാണ് കെ ന്യൂസിന് വേണ്ടി പറയാനുള്ളത്. കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം. +2 കഴിഞ്ഞവർ അബാക്കസ് അധ്യാപകരായി മാറുന്നു. ബി സ്മാർട്ട് അബാക്കസിന്റെ വിമൺ എംപവർമെന്റ് പ്രോഗ്രാമിലൂടെ സൗജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റ് നേടാം. ആഴ്ചയിൽ 1 ദിവസം ജോലിയും വരുമാനവും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം. 20,000-ഓളം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു. ബി സ്മാർട്ട് അബാക്കസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും. കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക. ബി സ്മാർട്ട് അബാക്കസ് 9447164411.